ആഹാ, അപ്പൊ ഈ നമ്പറാണ് ദിവ്യയുടെ കയ്യിലുള്ളതല്ലേ? ആ. എടീ, നീ ആള് ഭയങ്കരയാണല്ലോ. അയ്യോ ബൈജുവേട്ടാ, മണ്ടത്തരം പറയല്ലേ. ഇത് അവളുടെ കൂട്ടുകാരിയുടെ നമ്പറാ. ഇനിയും മനസ്സിലായില്ല? ഇല്ല. മനസ്സിലാവാത്ത പിള്ള ചൊറിയുമ്പോ മനസ്സിലാക്കിക്കോളും. തന്നെ ഇങ്ങോട്ട്. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുമെന്നാ? അപ്പോ എന്നെ പോലെ ഇവളും മണ്ടിയാണോ? സാറേ, എന്താ? പച്ചമരുന്നിലെ പരീക്ഷണം അവസാനിപ്പിക്കാറായി. എന്തു പറ്റി? ആ മരുന്ന് അവള് തുപ്പിക്കളഞ്ഞു. അതും കഴിച്ചില്ലേ? ഇല്ല സർ. അവൾ എന്താ പറഞ്ഞത്? ഞാനത് പാവയ്ക്ക കറിയിൽ മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു. ഒന്ന് തൊട്ട് നക്കിയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ദിവ്യക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? സംശയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ അവസ്ഥ തുടർന്നാൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ പോകും. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ അവസാനത്തെ ആയുധവും പ്രയോഗിക്കാൻ പോവുക. അവസാനത്തെ ആയുധം? അതെ, ബ്രഹ്മാസ്ത്രം. അതെന്താ സാറേ? ഈ അസ്ത്രം സുധിയുടെയും ദിവ്യയുടെയും പുനഃസമാഗമം. ഈ പ്രേമരംഗങ്ങൾ എന്ന പോലെ ഇത് ഞാൻ അങ്ങ് അയക്കാൻ പോവുക. ആർക്ക്? സുധിക്കോ അതോ സുധിയുടെ അച്ഛനോ? അവർക്ക് രണ്ടുപേർക്കും അല്ല. പിന്നെ ഇതെവിടെ ചെന്നാലാണോ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അവിടേക്ക്. മനസ്സിലായി. സത്യയുടെ വീട്ടുകാർക്ക് അല്ല, സത്യക്ക്. സത്യയുടെ ഫോണിലേക്കാണ് ഈ ഫോട്ടോസ് ആദ്യം എത്തേണ്ടത്. അല്ല സാർ, അത് എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടാക്കാനാണല്ലോ നമ്മൾ കളിക്കുന്നത്. എന്നാ പിന്നെ ആ കുഴപ്പം നമുക്കങ്ങ് ആരംഭിക്കാം. സാർ ധൈര്യമായിട്ട് ആരംഭിക്കും. എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഞാൻ കൂടെ ഉണ്ടാവും. ഇത് ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് മെയിൽ ചെയ്യണം. ചെയ്യാം സാർ. ഷിജു വന്നാൽ പ്രത്യേകം പറയണം. ശരി സാർ. പിന്നെ കൊച്ചിൻ ബ്രാഞ്ചിലേക്കുള്ള പർച്ചേസിംഗ് ഓർഡർ സാർ സൈൻ ചെയ്തിട്ടില്ല. ക്യാബിനിലേക്ക് വെച്ചേക്ക്. ശരി സാർ. ക്ലീറ്റസ്, ഇത് ഓഫീസാ. ഓ സോറി സാർ. നമ്മുടെ മാനേജർ ഇന്ന് ലീവാണോ? അറിയില്ല, ഇതുവരെ വന്നില്ലല്ലോ. നിനക്കെന്തിനാ ഇപ്പൊ മാനേജറെ? ചുമ്മാ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ലെന്ന് അറിയണമല്ലോ. അതിനാണ് ഇവിടെ പഞ്ചിങ് മെഷീൻ വെച്ചിരിക്കുന്നത്. അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ പഞ്ച് ചെയ്യാൻ മറന്നു. ഇനി എന്തായാലും ചെയ്തിട്ട് കാര്യമില്ല. ഹാഫ് ഡേ ലീവായിട്ടാ കണക്കാക്കുക. അയ്യോ, അപ്പൊ എന്നെ ശമ്പളം? പകുതി ശമ്പളം. സാറേ, അതങ്ങനെ ശരിയാവും? ഞാൻ രാവിലെ മുതലേ വന്നതല്ലേ. ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചേടാ, എന്തൊരു കഷ്ടോടെ ഇത്. അധ്വാനിച്ചാലും കാശ് തരുമെന്ന് പറഞ്ഞാ.
മരിച്ചേ? അല്ല, വാട്സാപ്പ് മെസ്സേജ് കണ്ട് നടുക്കൻ രേഖപ്പെടുത്തുന്നു ചോദിച്ചതാ. അവിടെ അയ്യോ, എടാ ഇതാരാ അയച്ചത്? അഭിയുടെ നമ്പറിൽ നിന്നാ. ഞാൻ പറഞ്ഞതല്ലേ ഇതെല്ലാം അബിയുടെ കളിയാണെന്ന്. എടാ അവൻ നിന്നെ ചതിക്കുന്നതാടാ. നിന്നെയും ദിവ്യം കരുവാക്കി അബി കളിക്കുന്ന കളിയാ ഇതെല്ലാം. ഞാനും ദിവ്യ സംസാരിക്കുന്നത് അവൻ എങ്ങനെ കണ്ടു? അവനെ കാണും. കാരണം അവനും ദിവ്യയും പ്ലാൻ ചെയ്തുള്ള പരിപാടിയാണല്ലോ ഇതെല്ലാം. ഏയ്, അങ്ങനെ വരില്ല. എടാ ഇതൊക്കെ ഏത് പൊട്ടനും മനസ്സിലാവും. നിനക്കെന്താ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടമായോ? ദിവ്യ എന്നെ വിളിച്ചത് സത്യയെക്കുറിച്ച് സംസാരിക്കാനാ. സുധി, എടാ അതെല്ലാം അബിയുടെ തന്ത്രമാണ്. നീ നോക്കിക്കോ, അബി ഇനി ഈ ഫോട്ടോസ് എല്ലാം സത്യയ്ക്കും അയച്ചു കൊടുക്കും. നീയും ദിവ്യമായിട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ നീ ഇപ്പോ നടങ്ങിയതിനേക്കാൾ വലിയ നടുക്കുമായിരിക്കും സത്യ അത് കാണുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ അവൻ അത് നിന്റെ അച്ഛനും അമ്മയ്ക്കും സത്യയുടെ വീട്ടുകാർക്കും എല്ലാം അയച്ചു കൊടുക്കും. അതോടെ നിന്നെ എല്ലാരും വെറുക്കും. അതാണ് അവന്റെ ലക്ഷ്യവും. നോക്കിക്കോ, ഈ ഫോട്ടോസ് എല്ലാം അടുത്ത നിമിഷം സോഷ്യൽ മീഡിയയിൽ വൈറലാവും. ചുവടെ ഒരു ക്യാപ്ഷൻ: മണിമംഗലം ബിൽഡേഴ്സിന്റെ MD സുധി ഭാര്യയെ വിട്ട് ചേച്ചിയുടെ കൂടെ. ഛേ, സുധി എന്റെ മകന്. അവനെ എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. അതെല്ലാം എനിക്കറിയാവുന്ന കാര്യമല്ലേ അമ്മ. എങ്കിൽ പറ, എന്താ അവന് പറ്റിയത്? കല്യാണം കഴിയുന്നത് വരെ അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവന്റെ അമ്മ അവന് ജീവനായിരുന്നു. അച്ഛൻ പറയുന്നതിനപ്പുറം സുധി ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പൊ അച്ഛനെ ധിക്കരിക്കാൻ പോലും അവന് മടിയില്ലാതായിട്ടുണ്ട്. ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? നീ അവന് കുറച്ച് സമാധാനം കൊടുക്കണം. അമ്മേ, ഞാൻ സുധിക്ക് ഒരു സമാധാനക്കേട് ഉണ്ടാക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നതല്ലേ? അവന്റെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ട്. അതിന് കാരണം നീ തന്നെയാ. സുധിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറിക്കൊടുക്കാം. അതുകൊണ്ട് സുധിക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. ആ, അതൊക്കെ നീ സ്വയം തീരുമാനിച്ചു ചെയ്യേണ്ട കാര്യമാണ്. എനിക്കെന്റെ പഴയ സുധിയെ തിരിച്ചു കിട്ടണം. അവന്റെ ജീവിതം ഇങ്ങനെ പൊട്ടിയ പട്ടം പോലെ ലക്ഷ്യമില്ലാതെ അലയുന്നത് കാണാൻ ഒരമ്മ എന്ന നിലയിൽ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ, സുധിയുടെ പ്രശ്നം എന്താന്ന് ഞാൻ പലതവണ സുധിയോട് ചോദിച്ചിട്ടുണ്ട്. എന്നോട് സംസാരിക്കാൻ പോലും സുധിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ അവന്റെ ഭാര്യയല്ലേ? ഭർത്താവിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ദേ, ഈ അവസ്ഥ തുടർന്ന് നാളെ എന്റെ സുധി ഒരു മനോരോഗിയായി മാറും. അതുണ്ടാവരുത്. അതുണ്ടാവാതെ നോക്കേണ്ടത് നീയാ.
ആക്ച്വലി ആ പ്രോജക്റ്റ് മണിമംഗലത്തിൻ്റെയാ. പക്ഷെ അതെൻ്റെ കയ്യിൽ തന്നെ കിട്ടും. ആ നമുക്ക് നോക്കാം. ആ ഞാൻ വിളിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? അത് ഫോൺ ചെയ്തപ്പോൾ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. നിനക്ക് എങ്ങനെയാ ഫോട്ടോസ് കിട്ടിയത്? ഏത് ഫോട്ടോസ്? ഞാനും ദിവ്യയും സംസാരിക്കുന്നതിന്റെ. അതിന് സംസാരം എന്നല്ലല്ലോ പറയാ സുധി, അത് ശൃംഗരിക്കലല്ലേ. എന്റെ ജീവിതം വെച്ച് കളിച്ച വെച്ചേക്കില്ല നിന്നെ. അപ്പോ ദിവ്യയുടെ ജീവിതം വെച്ച് നീ കളിക്കുന്നതോ? ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാ? സുധി, നീ വിചാരിക്കുന്നത് പോലെ ബിസിനസ് വൈരാഗ്യം തീർക്കാൻ വേണ്ടി നിനക്കെതിരെ ദിവ്യയായി ഇറങ്ങിയവനല്ല ഞാൻ. ദിവ്യയുടെ അവസ്ഥ അവൾ എന്നോട് പറഞ്ഞപ്പോ കുറച്ച് അലിവ് തോന്നി. ആ അവൾക്ക് നിന്നോട് ഒരിക്കലെങ്കിലും സംസാരിക്കണം, ഉള്ളു തുറന്ന് സ്വന്തം നിരപരാധിത്വം അറിയിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക മാത്രമാ ഞാൻ ചെയ്തത്. പിന്നെ നീ എന്തിനാ ഫോട്ടോസ് എടുത്തത്? ഒരു രസം അത്രമാത്രം. ഈ കുട്ടികൾ പക്ഷികളെ കല്ലെറിയുന്നത് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ? അവർക്ക് എന്ത് ശത്രുതയാവറ്റോളോട്? എടാ അത് ഡിലീറ്റ് ചെയ്യണം. ആ എന്തിന്? ഞാൻ ഡിലീറ്റ് ചെയ്താലും ദിവ്യ അവളുടെ ഫോണിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പിന്നെ ആ ഫോട്ടോസ് എടുത്തത് ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നത് എനിക്ക്. ഏത് ഫ്രണ്ട്? ഷോ എടാ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. വഴിയരികിൽ യുവമിഥുനങ്ങളെ പോലെ പരസ്പരം മനസ്സ് തുറക്കുന്ന രണ്ടുപേരെ കണ്ടപ്പോ അങ്ങനെ കിട്ടിയ ഫോട്ടോസ് അല്ലേ? നീ പേടിക്കണ്ട, അബിക്ക് നിന്നോട് ബിസിനസ് വൈരാഗ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ നിന്റെ ലൈഫിൽ കയറി മേയാൻ ഞാൻ വരില്ല. ദിവ്യ നിന്നെ ജീവന തുല്യം സ്നേഹിച്ചു. അതേ സ്നേഹം അവളോട് നിനക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവളെ ഒരു നിമിഷ നേരം കാണാതായപ്പോഴേക്കും നീ അവളുടെ അനിയത്തിയെ വിവാഹം ചെയ്തു. കാമുകിയെ കാണാതായതിന് അന്വേഷിക്കുന്നതിന് പകരം നീ മറ്റൊരു കല്യാണത്തിന് ശ്രമിക്കുകയാണ് ചെയ്തത്. ആ മഹാഭാവത്തിന് നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരു പരിഹാരമാകുമെങ്കിൽ അത് ഈ സുഹൃത്ത് നിനക്ക് തരുന്ന പുണ്യമോ ഔദാര്യമോ ആയിട്ട് കണ്ടാൽ മതി. നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ച നിന്റെയും ദിവ്യയുടെയും ഫോട്ടോസ് അതെന്റെ ഫോണിൽ തന്നെ കാണും. ദിവ്യയോട് നീ ചെയ്തതുപോലെ ഏത് നേരത്താണ് നീ തിരിഞ്ഞു നോത്താന്ന് അറിയില്ലല്ലോ. എന്റെ പൂജ, എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ബൈജേട്ടൻ പുറത്തു പോയിരിക്കുക. ആ ദിവ്യയെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ അത് നടന്നാ നമ്മള് രക്ഷപ്പെട്ടടി. എടി, ബൈജേട്ടൻ വന്നു. ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാം. ഇപ്രാവശ്യം എന്തെങ്കിലും കണ്ടെത്തിയാ മതിയായിരുന്നു. ബൈജേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഓ, ഇവിടെ അടുത്തെങ്ങോ അങ്ങനെ ഒരാൾ താമസിക്കുന്നതായിട്ട് ആർക്കും ഒരു വിവരവുമില്ല. ഇവിടെ അടുത്തുള്ള കാര്യമല്ല, അകലെയുള്ള കാര്യം അന്വേഷിക്കണം. എടി, ഞാനെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഏറിയാൽ 2 ദിവസം. അതിനിടയിൽ ദിവ്യയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത് ബൈജേട്ടന്റെ ഡ്യൂട്ടി മാത്രമല്ല, ബൈജേട്ടനുള്ള ശിക്ഷ കൂടിയാ. ശിക്ഷ? അതെ, മുമ്പ്
സുധിയും ദിവ്യയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ. ഓ, ഒരു അബദ്ധം പറ്റിപ്പോയി. ആ അബദ്ധം തിരുത്തേണ്ടത് ബൈജുവേട്ടൻ തന്നെയാ. സുധിയും ദിവ്യയും ചേർന്നുള്ളൊരു അവസരം ഇനി കിട്ടിയില്ലെങ്കിലോ? ആ, അതുകൊണ്ടാ ദിവ്യ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. അവളുടെ ഉള്ളിലിരിപ്പ് അറിയണം. എടി, അതിന് കൂടുതൽ അറിയാനൊന്നുമില്ല. അവൾക്ക് സുധിയോട് മുഴുത്ത ലവ് തന്നെയാ. ആ മുഴുത്ത ലവ് സുധിക്ക് തിരിച്ച് ദിവ്യയോടുണ്ടോന്ന് അറിയണം. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും സംശയമില്ലാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് വിശ്വസിക്കേണ്ടത് സത്യമാണ്. അതെ, സത്യയെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. സത്യം അറിയുമ്പോൾ അവൾ സുധിയുമായി വഴക്കാവും. പിന്നെ സുധിയെ ഉപേക്ഷിച്ച് സത്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഷുവർ. പക്ഷേ ആ കാര്യത്തില് സതീഷേട്ടന് ഒരു ഉറപ്പുമില്ല. സതീഷേട്ടനോ? ഏട്ടൻ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ദിവ്യയും സുധിയും തമ്മിൽ ഇപ്പോഴും കാണാറുണ്ടെന്നും അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്നും ഒരിക്കലും നമ്മൾ പോയി പറഞ്ഞ സത്യ വിശ്വസിക്കില്ലെന്നാ സതീഷേട്ടൻ പറയുന്നത്. അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടി നമ്മൾ പടച്ചുണ്ടാക്കിയ സ്റ്റോറിയാണെന്ന് അവൾ വിചാരിക്കും. അതെ, സത്യയ്ക്ക് വേണ്ട തെളിവുകളാണ്. കോടതിയിൽ അഭിജിത്ത് എന്ന ബിസിനസ് ശത്രുവിനെതിരെ അവൾ തെളിവ് നിരത്തിയതുപോലെ അവൾക്ക് മുമ്പിൽ നിരത്തി കൊടുക്കണം. സുജിതേ, നീ പോയി ഒരു കോഫി എടുത്തിട്ടോ. അല്ല, അളിയൻ എപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. ബൈജു, കേട്ടിടത്തോളം ഇത് നല്ലൊരു ചാൻസാണ്. ദിവ്യയും സുധിയും തമ്മിൽ മുൻപത്തേക്കാൾ കടുത്ത പ്രണയത്തിലേക്ക് ചെന്നെത്തണം കാര്യങ്ങൾ. അവരുടെ പ്രണയലീലകളുടെ ഫോട്ടോസ് നമ്മുടെ കയ്യിലെത്തണം. അതുവച്ച് സത്യയുടെ മനസ്സ് തകർക്കണം. എങ്കിലേ സത്യ ഇവിടുന്ന് പിണങ്ങിപ്പോവും. ആ ഫോട്ടോസ് നമുക്ക് കിട്ടാതെ പോയ സ്ഥിതിക്ക് ദിവ്യയെങ്കിലും നമുക്ക് കിട്ടിയേ പറ്റൂ. അവളെ കൊണ്ടുവന്ന് സത്യയുടെ മുമ്പിൽ നിർത്തി കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു. നമുക്ക് ജയിച്ചല്ലേ പറ്റൂ. അപ്പോ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അത് സംഘടിപ്പിക്കണം. നോക്കാം. എന്നെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്നറിയാം. എന്നെ ഫ്രണ്ടായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. ഒരു ഭാരമായി സുധിയുടെ കൂടെ കഴിയണമെന്ന് എനിക്കൊട്ടും താല്പര്യമില്ല. ഇഷ്ടമില്ലാത്തവർക്കൊപ്പം കഴിയുന്നതിനേക്കാൾ നല്ലത് ജയിൽ ശിക്ഷയാണ്. നിനക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞു തുലയ്ക്ക്. ഞാൻ ചേച്ചിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് നീ അന്വേഷിക്കുകയോ കണ്ടെത്തിയോ എന്ത് വേണമെങ്കിലും ചെയ്യ്. ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസ് ഇന്ന് എനിക്കൊരാൾ വാട്സാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫോട്ടോയിൽ ചേച്ചിയോടൊപ്പം ഒരാളുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചേച്ചി ഇഷ്ടപ്പെട്ടിരുന്ന അയാൾക്കൊപ്പമുള്ള ഫോട്ടോസ്.
അത് കാണുമ്പോൾ സുധിക്കൊരു പക്ഷെ ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. നിനക്ക് ആരാ ഫോട്ടോ അയച്ചു തന്നത്? പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട്. ഫ്രണ്ടിന് പേരൊന്നുമില്ലേ? സുധിക്ക് ഫോട്ടോ കാണുന്നു. എന്താ സുധി, പേടിയുണ്ടോ? ഞാനെന്തിനു പേടിക്കണം? പിന്നെന്താ ഒഴിഞ്ഞു മാറുന്ന? ഒഴിഞ്ഞു മാറാനോ? ആരുടെയെങ്കിലും ഏതെങ്കിലും ഫോട്ടോ കണ്ട് ഞാനെന്തിനു പേടിക്കണം? ആരുടെയെങ്കിലും അല്ല, എന്റെ ചേച്ചിയുടെയും അവളെ ഇഷ്ടപ്പെടുന്നവന്റെയും ഫോട്ടോസാ. ചേച്ചിയുടെ ഫ്രണ്ട് ലെന അവരറിയാതെ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ. സുധി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊരു ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? വിയർക്കുന്നുണ്ടല്ലോ. ഏയ് ഇല്ല. എനിക്കറിയാം ഈ ടെൻഷന്റെയും വീർപ്പുമുട്ടലിന്റെയും കാരണം എന്താന്ന്. എന്ത് കാരണം? ഏതോ ഒരു പെണ്ണിന്റെയും അവളുടെ പൂർവ്വ കാമുകന്റെയും ഫോട്ടോസ് അല്ല എന്റെ ഫോണിലുള്ളതെന്ന് സുധിക്ക് അറിയാം. അതിലൊരാള് സുധി ജീവന് തുല്യം സ്നേഹിച്ച എന്റെ ചേച്ചിയാ. ഒരുപക്ഷെ സുധി ഇപ്പോഴും സ്നേഹിക്കുന്ന എന്റെ ചേച്ചി. ഇനി മറ്റേയാള്. എവിടെ ഫോട്ടോ കാണട്ടെ? ഇതായിരുന്നോ? ഇത് നേരത്തെ കാണിച്ചതല്ലേ? അതെ, പക്ഷേ അത് രാഹുൽ മാത്രമായിരുന്നു. ചേച്ചിയും രാഹുലും തമ്മിൽ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണിത്. ഇനിയെങ്കിലും ചേച്ചിയുടെ പേരിൽ എന്നെ അവിശ്വസിക്കരുത്. അമ്മ എന്നോട് ചോദിച്ചില്ലേ അറിഞ്ഞിട്ടും എന്താ പറയാത്തതെന്ന്. ഇപ്പോ അവളെ പഴയ ഫോട്ടോസ് അയച്ചു തന്നപ്പോ എനിക്ക് സുധിയൊന്ന് കാണിക്കണമെന്ന് തോന്നി. നീ കാറ് നിർത്ത്. എന്തിന്? നമ്മളിങ്ങനെ കാറി കറങ്ങി നടന്നോണ്ട് കാര്യമില്ല. അല്ലാതെ അവനെ കാണാൻ വേറെ വഴിയില്ല. അന്വേഷിക്കണം. ആരോട്? ചോദിച്ചവർക്കൊന്നും അവനെ അറിയ പോലുമില്ല. നീ ഇപ്പൊ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്ത്. എന്തായാലും ഈ അലച്ചിൽ നിർത്തുന്നതാണ് നല്ലത്. രാഹുലാണോ അഭിക്കൊപ്പം ചേർന്ന് ദിവ്യയെ മുൻനിർത്തി കളിക്കുന്നത്? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അതിനുശേഷം ഞാൻ നീ പറയും പോലെ ചെയ്യാം. രാഹുൽ അഭിയും ചേർന്നിട്ടുള്ള കളിയാണെന്നുണ്ടെങ്കിൽ ദിവ്യ മറക്കാൻ നീ തയ്യാറാവൂ? തീർച്ചയായിട്ടും. എന്നാ നീ ഓഫീസിലോട്ട് ചെല്ല്. അതെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ രാഹുലിനെ അന്വേഷിച്ച് നാട് ചുട്ടിയോണ്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരാം. എടാ, നിന്നോട് അവൻ സത്യം പറയണമെന്നില്ല. നിന്നോടായാലും രാഹുൽ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യകാരണ സഹിതം എല്ലാം ചോദിച്ചറിയാൻ പറ്റുമെങ്കിൽ മാത്രം
അവനോട് നീ ദിവ്യയെക്കുറിച്ച് സംസാരിച്ചാൽ മതി. നീ എന്തായാലും അന്വേഷിക്കും. എന്നിട്ട് അവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നെ വിവരം അറിയിക്കും. ഓക്കെ, പക്ഷെ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയിക്കളയില്ല. പിന്നെ എന്നെ നീ കയറ്റിക്കൊണ്ടുവന്നില്ലേ, അവിടെ തന്നെ കൊണ്ടിറക്കി വിടണം. കാരണം എൻ്റെ ബൈക്ക് അവിടെ ഇരിക്കണം. കേറ്. നമ്മളൊക്കെ വലിയവന്മാരാണെന്ന് നമുക്ക് മാത്രമേ തോന്നൂ. മറ്റുള്ളവർക്കൊക്കെ നമ്മൾ വെറും കൃമികളാ. ആ പറഞ്ഞത് നിന്റെ കാര്യത്തിൽ കറക്റ്റാ. സുധി സാറിനോട് നമ്മൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. സത്യം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെങ്കിലും അവൾക്ക് വേണ്ടി പറയണ്ടേ? നമ്മളല്ല സത്യക്ക് വേറെ ആരാ ഉള്ളത്? എന്താ സാറേ? ഞങ്ങളൊരു കാര്യം അറിഞ്ഞിട്ട് വന്നതാ. എന്ത് കാര്യം സാറേ? ഇവിടെ നിങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ? അതെ സാർ. 4-5 പേരുണ്ടായിരുന്നല്ലോ ഇവിടെ. അവരൊക്കെ ഇവിടെ പോയി? അവരൊക്കെ പല വഴിക്ക് പോയി സാറേ. എന്താ നിന്റെ പേര്? കുരുവി. അതൊരു പക്ഷിയുടെ പേരല്ലേ? വിമൽ എന്ന സാറേ. കുരുവി വിമൽ, പറ്റിയ പേര്. ഒരു കഞ്ചാവ് വിൽപ്പനക്കാരന് പറ്റിയ പേര്. നിന്റെ പേരെന്താ? മിഥുൻ. നിനക്ക് ഇരട്ട പേരൊന്നുമില്ലേ?